ആനയാണ് ചേനയാണ് വലിയ സംഭവമാണെന്നൊക്കെ വീരവാദം പറഞ്ഞവരുടെ നാവിറങ്ങി പോയെന്ന് തോന്നുന്നല്ലോ. കഷ്ടമുണ്ട് നിന്റെ കാര്യം. നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്തിനാവോ? നിന്റെ ഉപന്യാസങ്ങളൊക്കെ ദേ ഇപ്പൊ വെള്ളത്തിൽ വരച്ച് വരെയായില്ലേ. എന്നെ മിഥുനെയും അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ തരികിടകളെ നീ ഇവിടെ ഒപ്പിച്ചു വെച്ചത്. എന്നിട്ട് എന്തായി? ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറി മറിയൊന്ന് കരുതിയില്ലായിരുന്നല്ലേ? ഓൺലി 2 days then എൻഗേജ്മെന്റ്. അതിനുശേഷം നിന്റെ ഡിവോഴ്സും ഞങ്ങളുടെ മാരേജും. അതൊക്കെ ഓർക്കുമ്പോ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട്? നിന്നെ കാണുമ്പോ ഒരു കോമാളിയെ പോലെ തോന്നുന്നു. വാട്ട്? കോമാളി പോലെ തോന്നുന്നോ? അത്രയ്ക്ക് തരം താഴ്ത്താൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? പണ്ടാരാണ്ടോ വേനൽക്കാലത്തുണ്ടായ ഒരു ചാറ്റൽ മഴയ്ക്ക് വിത്ത് വിതയ്ക്കാൻ പോയത്ര. ഒരു ചാറ്റൽ മഴയുടെ ബലത്തിൽ വിത്ത് മുളച്ച് കതിരാവൂ മഞ്ജരി. മഴ കിട്ടാതെ വയല് മൊത്തം വരണ്ട് വിണ്ട് കയറി വിത്ത് ഉണങ്ങിപ്പോയി. ഒരു തിരുമേനി വന്ന് മുഹൂർത്തം കുറിച്ചപ്പോഴേക്കും നീ കല്യാണം വരെ അങ്ങ് നടത്തല്ലേ മഞ്ജരി. വേനൽക്കാലത്ത് വിതച്ച വിത്തുണങ്ങിയതുപോലെ നിന്റെ ഈ കല്യാണം എന്ന സ്വപ്നവും എന്തായാലും കരിഞ്ഞുണങ്ങിപ്പോവും. എന്താ മേഘനെ, ഇപ്പോഴും എന്റെ ഈ നിശ്ചയം മുടങ്ങുമെന്നാണോ നീ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നേ? ഇത് സ്വപ്നമല്ല മഞ്ജരി, സത്യം മാത്രം. ഒരു തീയതി കുറിച്ചതും നിശ്ചയം നടക്കുമെന്ന് കരുതിയത് നിന്റെ വെടിത്ത. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ടല്ലേ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. മതി, നിർത്തിക്കോ. ഇതിനിടയ്ക്ക് കയറി എന്തെങ്കിലും ഒപ്പിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വേണ്ട. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ഈ വട്ടം പൊളിഞ്ഞു പോവും. എന്തുകൊണ്ടാണെന്നോ? ഈ ചടങ്ങിന് തിരി കൊളുത്തിയിരിക്കുന്നത് അരുണിമ മാലിന്യ. അരുണിമാന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലോണം അറിയാലോ. ഒരിക്കലൊന്ന് തീരുമാനിച്ച അത് നടത്തിയാലേ അവർക്ക് പിന്നെ ഊണും ഉറക്കം ഉണ്ടാവൂ. ഇതുവരെയുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ഇവിടെ ആര് വിളക്ക് തെളിയിച്ചു, ആര് പൂജ നടത്തി എന്നുള്ളതൊന്നുമല്ല കാര്യം മഞ്ജരി. അവര് തുടങ്ങിവെച്ച കാര്യത്തിലെ നീതിയും ന്യായവുമാണ് പ്രധാനം. ഒരുപാട് വ്യക്തികൾക്ക് മാനസികമായ പീഡനം അനുഭവിക്കേണ്ടി വരുമ്പോ പ്രകൃതി തന്നെ അതിന് വിലക്ക് കൽപ്പിക്കും. ആ ദൈവത്തിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. വാട്ട് എവർ, ഈ വട്ടം എന്തായാലും വിജയം എന്റേതായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ എൻഗേജ്മെന്റ് കുളമാക്കാൻ നീ ശ്രമിക്കുന്നത് വെറുതെയാ. മിഥുൻ എന്റെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് അണിയിക്കുമ്പോ കണ്ണ് നിറഞ്ഞു നിൽക്കാനേ നിനക്കാവൂ. നീ ഇങ്ങനെ ബലം പിടിക്കാതെ മഞ്ജരി. ആരാണ് കരയാൻ പോകുന്നതെന്നും ആരാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കണ്ടറിയാലോ. കാണാം വിജയം നിന്റെ കുരുട്ട് ബുദ്ധിക്കാണോ എന്റെ വിശ്വാസത്തിനാണോന്ന്. നോക്കാം. ബോധം പോകുന്നതിനു മുൻപ് ഭാർഗവ പണിക്കര് പ്രത്യേകം സൂചിപ്പിച്ചത് ഈ കാര്യത്തെക്കുറിച്ചാണ്. മഞ്ജരിയും മുത്തുള്ള മിഥുനേട്ടന്റെ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി വലിയ വിപത്തുകൾക്ക് കാരണമാവും. ഏട്ടന്റെ ജാതക ദോഷം മൂലമുള്ള അപകടങ്ങൾ മാറാൻ ഇനിയും കുറച്ചു നാൾ കൂടി ഞാൻ ഒപ്പം നിന്നേ തീരൂ. അതുവരെ മഞ്ജരി ഏട്ടനുമായി അടുക്കാനും പാടില്ല. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഈശ്വര? മഞ്ജരി, ഇപ്പൊ സന്തോഷായില്ലേ? ഒത്തിരി 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 ആന്റി. എത്ര കാലങ്ങളായി കാത്തിരുന്നതാ ഇന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയ പിന്നെ ഞങ്ങളുടെ കല്യാണമായിരിക്കും. ഇപ്പോഴാ എനിക്ക് സന്തോഷായത് മഞ്ജരി. ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ ഇന്നത്തോടു കൂടി തീരാൻ പോവാ. തടസ്സം നിന്ന മനുഷ്യരും ഇന്നത്തോടെ കണ്ടം വഴി ഓടിക്കോളും. ഇനി നിങ്ങൾ തമ്മിൽ വേർപ്പെടുത്താൻ ഈ ലോകത്ത് ആരെ കൊണ്ട് കഴിയില്ല. ശരിയാണ് ആന്റി. ഇത്രയും കാലം എനിക്കും മിഥുനും ഇടയ്ക്ക് ഒരു മുള്ളുവേലി പോലെ നിന്നിരുന്ന മേഘനയെ അരുണിമാന്റി തന്നെ വെട്ടിയൊതുക്കി സൈഡിലാക്കി. അരുണിമാന്റിയുടെ തീരുമാനം ആയതുകൊണ്ട് ഇനി ഇതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി മിഥുന്റെ കാര്യോർത്ത് എനിക്ക് യാതൊരു പേടിയില്ല. ഹലോ മാഡം, അത് ആ പണിക്കര് രക്ഷപ്പെട്ട് കളഞ്ഞു മാഡം. എന്ത്? അയാള് രക്ഷപ്പെട്ടു പോയിന്നോ?
ഓ, ആ കിളവൻ രക്ഷപ്പെട്ടു പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? കാഴ്ച കണ്ട് രസിച്ചു നിന്നോ? ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അവിടെ മുറിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു മാഡം. പക്ഷേ ഇങ്ങനെ മുങ്ങുന്ന ആരാ പ്രതീക്ഷ മാഡം? തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ നിൽക്കാണ്ട് ആ ഭാർഗവ പണിക്കർ എവിടെയാന്ന് വെച്ചാ പിടിക്കാൻ നോക്ക്. ശരി മാഡം. എടാ പെട്ടെന്നോടാ. എന്തു പറ്റി ആന്റി? പണിക്കര് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നേ? അതെ മഞ്ജരി. ഓ മൈ ഗോഡ്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ട ആന്റി? ആ ഭാർഗവ പണിക്കർ എങ്ങാനും അരുണിമേച്ചിയുടെ കണ്ണിപ്പെട്ട നമ്മുടെ സകല പ്ലാനും അതോടെ പൊളിയും മഞ്ജരി. നമ്മള് കണ്ട സകല സ്വപ്നവും പിന്നീട് സ്വപ്നമായിട്ട് പോലും അത് നമ്മുടെ മുമ്പിലേക്ക് വരില്ല. ഇനിയിപ്പോ എന്താ ആന്റി ചെയ്യണ്ടേ? അതാ മഞ്ജരി എനിക്ക് മനസ്സിലാവാത്ത. ആ ഭാർഗവ പണിക്കർ അരുണിമേച്ചിയെ കാണാൻ വരുന്ന ഉറപ്പാ. മേഘനയാളും ഇതിന്റെ രക്ഷാ കവചോ എന്നും നിന്നെ അടുപ്പിക്കരുതെന്ന് വരെ അയാൾ പറഞ്ഞു നിൽക്കും. പിന്നെയും കാര്യങ്ങളെല്ലാം തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കും. പിന്നെ നിശ്ചയം പോയിട്ട് നിനക്ക് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല. ശരിയാണല്ലോ ആന്റി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ തോറ്റോ? ആ പണിക്കരെ കണ്ണി കാണിക്കാതെ തളച്ചിടാൻ പറ്റിയോണ്ടാ നമ്മള് പുതിയൊരു ഫ്രോഡ് സ്വാമിയെ ഈ കുടുംബത്തിലേക്ക് അവതരിപ്പിച്ചതും അരുണിമാന്റിയോട് കള്ളം പറഞ്ഞ് ബലിപ്പിച്ചതും. ഇപ്പൊ ആ പണിക്കരെങ്ങനെ തിരിച്ചു വന്നാ അയാൾ അരുണിമാന്റിയുടെ ചെവി കടിച്ച് നമ്മള് രണ്ടുപേരും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും സാരമില്ല, പണിക്കര് അരുണിമേച്ചിയുടെ മുമ്പിൽ വരാൻ പാടില്ല. മറിച്ച് വല്ലതും സംഭവിച്ച നിന്നോടൊപ്പം ഞാൻ ഈ പടി കടക്കേണ്ടി വരും. എന്തു വന്നാലും തീരുമാനിച്ച കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കണം. നീ എന്തായിരുന്നു പ്രിയമതെ പറഞ്ഞുകൊണ്ടിരുന്നത്? കല്യാണ നിശ്ചയം ആരും മുടക്കുന്ന? ഈശ്വരാ, മലമ്പുഴയക്ഷി എല്ലാം കേട്ടെന്ന് തോന്നുന്നു. ആരായാള് പ്രിയമതെ? അയാള് മുടക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ആരുടെ കാര്യം? അയ്യോ, നിശ്ചയം അയാള് മുടക്കുന്നാണോ പറഞ്ഞേ? അങ്ങനെയല്ലേ ചേച്ചി, അവള് മുടക്കും എന്നാണ് പറഞ്ഞത്. എങ്കിൽ അവൾ ആരാണെന്ന് പറ. അത് ഞാൻ പറയണോ? ഇവിടെ ഉണ്ടല്ലോ ഒരു കുരിശ്. ഇവിടെ നടക്കുന്ന മംഗളകർമ്മങ്ങൾ എല്ലാം മുടക്കാൻ വേണ്ടി ഈ വീട്ടിൽ ഒരുത്തി വേറെ ഇറങ്ങിയിരിപ്പുണ്ടല്ലോ. ഒരു ഭാഗത്ത് എന്റെ മോളുടെ കല്യാണം മുടക്കാൻ നോക്കുമ്പോ മറുഭാഗത്ത് മഞ്ജരിയുടെ നിശ്ചയം മുടക്കാനും അവളെ എന്തെങ്കിലും ഒപ്പിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ പ്രിയമതെ, ഈ ഒരു കാര്യത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. നമുക്ക് അങ്ങനെയൊക്കെ സമാധാനിക്കാം. പക്ഷെ അവസാന നിമിഷം ആ മേഘന എന്തെങ്കിലും ചെയ്തു കളയുന്ന പേടി. എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ പോന്നെ. അവൾ എന്തോ ബോംബ് കരുതിയിട്ടുണ്ട്. ഇല്ല പ്രിയമതെ, ഞാൻ വെറുതെ ഒരു കാര്യം പറയില്ലെന്ന് നിങ്ങളെക്കാളും മേഘനയ്ക്ക് നന്നായി അറിയാം. ഈ നിശ്ചയം മുടക്കാൻ അവൾ എന്തെങ്കിലും ചെയ്താ പിന്നെ ഞാനിവിടെ ഒരു രുദ്രതാണ്ഡവം നടത്തൂന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അവള് ഈ എൻഗേജ്മെന്റ് മുടക്കാൻ ശ്രമിക്കില്ല. മറിച്ച് സംഭവിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ടിരിക്കും. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ അടുത്ത ബന്ധുക്കൾ പോലും ഈ നിശ്ചയത്തിന്റെ കാര്യം അറിയാൻ പാടില്ല. നമ്മുടെ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള രഹസ്യമായിരിക്കണം ഇത്. ശരി അരുണിമേച്ചി. താങ്ക് ഗോഡ്. അരുണിമാന്റെ നമ്മൾ പറഞ്ഞത് കേട്ട് കാണുമെന്ന് ഞാൻ അടിമുടി വരച്ചുപോയി. അതൊക്കെ പോട്ടെ മഞ്ജരി, അരുണിമേച്ചിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ ഭാർഗവ പണിക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അയാൾ എങ്ങാനും ഇങ്ങോട്ട് കേറി വന്നാ അരുണിമേച്ചിയുടെ രുദ്രതാണ്ഡവം നമുക്ക് നേരെയാവും.
ഒരു കാരണവശാലും ഈ നിശ്ചയം നടക്കാൻ പാടില്ല. ചിന്തകൾക്ക് അതീതമായ വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. അമ്മേ, എന്തുപറ്റി? എന്തായി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? എന്തു പറയാനാടാ, ഇതിനു മുൻപ് നമ്മൾ മിഥുന്റെയും മഞ്ജരിയുടെയും നിശ്ചയം തീരുമാനിച്ചതാ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഒരുക്കുകയും ചെയ്തു. ഒടുവിൽ എന്താ സംഭവിച്ചേ? ചടങ്ങ് നടക്കേണ്ട സമയത്ത് എത്ര വലിയ അപകടം മിഥുന്റെ നേരെ വന്നേ. ആ നിശ്ചയം അങ്ങനെ നടന്ന മിഥുന് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര വലിയ അപകടങ്ങൾ നടക്കുമെന്ന് അന്ന് തന്നെ ഭാർഗവ പണിക്കര് പറഞ്ഞിരുന്നതുവാ. എന്നിട്ടും കഴിഞ്ഞു പോയ കഥകളെല്ലാം മറന്നുകൊണ്ട് ഇപ്പൊ വീണ്ടും അങ്ങനെ ഒരു നിശ്ചയം നടത്താൻ പോകുന്നത് നല്ലതിനാണോ? ഇതുകൊണ്ട് മിഥുൻ എന്തൊക്കെയാ സംഭവിക്കാന്ന് പോലും എനിക്കിപ്പോ പേടിയാവുന്നുണ്ട് മോനെ. നിനക്കൊന്നും തോന്നുന്നില്ലേടാ? ആര് പറഞ്ഞമ്മ തോന്നുന്നില്ലെന്ന്? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അരുണമ്മ എന്തുകൊണ്ട് മറന്നു? എന്ത് വാശിയുടെ പേരിലാണാവോ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനമെന്നറിയില്ല. അച്ഛമ്മേ, ഇതാ പാല് കുടിച്ചേ. അച്ഛമ്മേ, കേട്ടില്ലേ? പാല് കുടിക്ക്. എന്തു പറ്റി അച്ഛാ? അച്ഛമ്മയോടും കൂടിയാ? രണ്ടുപേരെന്തോ തീവ്രമായ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ശരിയാണ് മോളെ. ഇതിനു മുൻപൊരിക്കൽ മിഥുന്റെയും മഞ്ജരിയുടെയും നിശ്ചയം നടക്കാനിരുന്നതാ. കേട്ടിട്ടുണ്ട്. അന്ന് നീയില്ല. നിന്റെയും മിഥുന്റെയും കല്യാണത്തിന് മുൻപാണത്. അന്നത്തെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് മിഥുന് വലിയൊരു അപകടമുണ്ടായി. അപ്പോഴാണ് ഭാർഗവ പണിക്കര് ഏറ്റവും ആദ്യമായിട്ട് മിഥുന്റെ ജാതകത്തിലെ ഖണ്ഡങ്ങളെക്കുറിച്ച് പറഞ്ഞത്. മിഥുന്റെ അപകടങ്ങളെ തരണം ചെയ്യാൻ പറ്റിയൊരു ജാതകക്കാരി പെൺകുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാനാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നിന്നെ കണ്ടെത്തിയതും കല്യാണം കഴിപ്പിച്ചതും. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷേ ആ കഥകളെല്ലാം ഇന്ന് അരുണിമ മറന്നിരിക്കുന്നു. മിഥുന്റെ ജാതകത്തിലെ ഖണ്ഡങ്ങളെക്കുറിച്ച് അവളിപ്പോ ചിന്തിക്കുന്നത് പോലുമില്ല. ഇനിയിപ്പം മിഥുനും മഞ്ജരിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് മറ്റും നടക്കുകയാണെങ്കിൽ മിഥുന് നേരെ ഏത് ആപത്ത് അടുക്കാന്ന് ആർക്കറിയാം? അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരുന്നേ. മിഥുനേട്ടന് വലിയ ആപത്തുകൾ ഉണ്ടാവും എന്ന് അറിഞ്ഞതിനു ശേഷം ഞാൻ ഈ കാര്യത്തിൽ വെറുതെ ഇരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? മിഥുനേട്ടന്റെ ജീവന് ഒരു ആപത്തും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല അച്ഛാ. എന്നിട്ട് ഇന്നൊരു ആവേശത്തിന് എടുത്തു ചാടി അമ്മയെടുത്ത തീരുമാനത്തിന് പിന്നിൽ മിഥുനേട്ടന് അപകടം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞാൻ കൊലയ്ക്ക് കൊടുക്കുക അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നും ഓർത്ത് പേടിക്കണ്ട. മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും നിശ്ചയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അക്കാര്യം ഉറപ്പാ. പക്ഷേ ആ ശ്രമങ്ങൾക്കിടയിൽ അരുണമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ മോളെ. അവള് നിന്നെ തീർത്തും വെറുത്തു പോകും. അതാണ് എന്റെ വിഷമം. അതൊന്നും സാരമില്ല. അതുകൊണ്ട് അമ്മ എന്നെ വെറുത്താലും നാളെ എന്തെങ്കിലും സത്യം അറിയുമല്ലോ. പക്ഷെ ഒരാവേശത്തിന് അമ്മ ഇങ്ങനെ എടുത്തു ചാടിയാ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് മിഥുനേട്ടനെയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്നെ കൺമുന്നിൽ കാണുന്നത് തന്നെ ദേഷ്യം. അത് കുറച്ചുകൂടി കൂടുന്നല്ലേ ഉള്ളൂ വെച്ചാ. അത് സാരമില്ല. അതിനി എത്രത്തോളം ആയാലും ഞാൻ സഹിച്ചോളാം. ഈ സഹനത്തോടെ അമ്മയുടെ എടുത്തുചാട്ടത്തിനുള്ള മറുപടി ഞാൻ കൊടുക്കും. എന്ത് വന്നാലും ഈ നിശ്ചയം മാത്രം നടക്കില്ല അച്ഛാ. പണിക്കർ അദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ പാവം എന്തു ചെയ്യും? ഇപ്പൊ ഇത് എന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കാം.
സഞ്ജന, എൻഗേജ്മെന്റ് കോസ്റ്റ്യൂംസ് ആയിട്ട് റീമ എന്നൊരു ഡിസൈനർ വരും. നീ ഒന്ന് നോക്കിക്കോളണേ. ഞാൻ നോക്കിക്കോളാം വല്യമ്മ. സമയം ഒരുപാടായല്ലോ. ഗുഡ് മോർണിംഗ് അരുണിമ. ഹലോ റീമ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുവായിരുന്നു. മഞ്ജരി, മഞ്ജരി. എന്താ ആന്റി? എൻഗേജ്മെന്റിന്റെ ആവശ്യത്തിന് ഡ്രസ് ഓർഡർ ചെയ്തിരുന്നില്ലേ? അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളൂ. ഷുവർ ആന്റി. എവിടെ കാണത്തെ? മേഘനെ, നീ ഇങ്ങനെ കണ്ട ഭാവമില്ലാതെ നിൽക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലല്ലോ. ഒരു തോണ്ട് തരട്ടെ മോളെ. അതെ മേഘനെ, നീ ഒന്നിങ്ങോട്ട് വരുവോ? എന്താ മഞ്ജരി? എന്റെ മിഥുന്റെ എൻഗേജ്മെന്റ് ആണെന്ന് നിനക്കറിയാലോ. ഇവരിവിടെ എൻഗേജ്മെന്റിനായിട്ടുള്ള കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യേ. നിനക്കെന്താ വേണ്ടതെന്ന് നീയല്ലേ തെരഞ്ഞെടുക്കേണ്ടത്. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് എന്തിനാ? നിന്റെ സെലക്ഷൻ നല്ലതാണെന്നല്ല പറയാറ്. അത് ഞാനും ഒന്ന് നോക്കട്ടെ. മനസ്സിലൊന്നും വെക്കാണ്ട് എന്റെ ഡ്രസ്സ് നീ തന്നെ സെലക്ട് ചെയ്തോ. നിന്നെക്കാളും എന്റെ സെലക്ഷനാണ് നല്ലതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ മഞ്ജരി. അത് തന്നെ എനിക്ക് വലിയ സന്തോഷായി. ഇവളെ ഒന്ന് തോണ്ടാന്ന് ഞാൻ കരുതിയപ്പോ അവളെ എനിക്കിട്ട് താങ്ങുവാണല്ലോ. പല്ലത്തൂരിലെ ചാണകത്തിന് തലയ്ക്കകത്ത് മുഴുവനും ബുദ്ധിയാ. കുത്തി നോവിക്കാൻ ഇവളെ കണ്ടു വേണം പഠിക്കാൻ. നിനക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട മഞ്ജരി. ഇടയ്ക്കൊക്കെ എന്നെ പോലുള്ളവർ സെലക്ട് ചെയ്യുന്നത് കണ്ടു പഠിക്ക്. തന്നെ താനെ നിന്റെ ടേസ്റ്റ് എല്ലാം മാറിക്കോളും. നിന്റെ ഉപദേശമൊക്കെ ഇത്ര മതി. നീ ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്ക്. ഗോ. മഞ്ജരി, ഈ സാരി നിനക്ക് നല്ല പോലെ ഇണങ്ങും. ഏയ്, ഇതെന്തൊരു വൃത്തിയിട്ട സാരിയാ. ഓ മൈ ഗോഡ്, എന്തൊരു വൃത്തിയിട്ട ടേസ്റ്റാ നിനക്ക്. ഹാ, ഇത് ഞാൻ ഉടുത്തു കഴിഞ്ഞാ ഇവിടുത്തെ ബാല്യക്കാര് പോലും എന്നെ വക വെക്കില്ല. എന്നാലേ ചെന്ന് വേറൊരു സാരി എടുക്ക്. ഗോ. ഏയ്, നിന്റേത് മുഴുവൻ ചീപ്പ് സെലക്ഷൻസ് ആണല്ലോ. എന്തൊരു വൃത്തികെട്ട കളറും ഡിസൈനുമോ. നിന്നെ പോലെ പറമ്പി കിടക്കാൻ പോകുന്നവർക്ക് ഇതൊക്കെ നന്നായി ഇണങ്ങും. എന്നെ പോലത്തെ ഫാഷൻ ക്വീൻസിനൊന്നും ഇതൊന്നും ഒട്ടും ശരിയാവത്തില്ല. റീമ, ഓപ്പൺ ദിസ്. അത് പിന്നെ മഞ്ജരി, എല്ലാവർക്കും അവരവരുടെ സെലക്ഷനാണ് നല്ലതെന്ന് തോന്നും. പക്ഷെ സ്വയം അങ്ങനെ കരുതുന്നോണ്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ സെലക്ഷൻ ഇഷ്ടപ്പെടണം. നിന്റെ സെലക്ഷനാണ് നല്ലതെന്ന് നീ പറഞ്ഞാ പോരല്ലോ മഞ്ജരി.